ശരി, ഷനിൽ ബോസ്, നാളെ എന്നെ നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പാണ് ഓർമ്മ വരുന്നത്. നാളെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വോട്ട് ചെയ്യാനുള്ള വരവും തുടർന്നുണ്ടാകുന്ന ആക്ഷൻസും ഒക്കെ ആയിരിക്കുമോ നാളത്തെ തെരഞ്ഞെടുപ്പ് ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടെലിവിഷൻ മൊമെന്റ് അല്ലെങ്കിൽ ഫോട്ടോ ഓപ്പർച്യൂണിറ്റി? അങ്ങനെയാണെങ്കിൽ ഈ വോട്ടെടുപ്പ് എന്നുള്ളതിനേക്കാളും ജനങ്ങളുടെ ശ്രദ്ധ അതിലേക്കായിരിക്കും പോവുക. നാളെ നമ്മൾ എന്തൊക്കെ കാത്തിരിക്കണം? അല്ല, അത് ജനങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് പോവല്ല. നിങ്ങൾക്ക് നാളത്തെ ദിവസം ആഘോഷിക്കാനുള്ളൊരു മാറ്ററായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഗ്രൗണ്ടിലിറങ്ങി ആദ്യഘട്ടത്തിലൊക്കെ മറ്റൊരു സംസ്ഥാനത്ത് ചുമതലയുമായി ബന്ധപ്പെട്ട് യാത്രയിലായതുകൊണ്ട് എനിക്ക് ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവസാന ഘട്ടത്തിലാണ് വീട് വീടാന്തരം കയറുന്ന അടക്കമുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ കാണിക്കുന്ന TV ഡിബേറ്റും ഞങ്ങളൊക്കെ വന്നിരുന്ന് ചർച്ച ചെയ്യുന്നതും അല്ലെങ്കിൽ എന്നെ പോലെയുള്ള മറ്റു പാർട്ടിയുടെയും എൻ്റെ പാർട്ടിയുടെയും അടക്കം ആളുകൾ ചർച്ച ചെയ്യുന്നതൊക്കെ കണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്ന് ധരിച്ച് വശമായിട്ടുണ്ടെങ്കിൽ അത് വളരെ കഷ്ടമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഈ കോലാഹലങ്ങളൊക്കെ നടക്കുമ്പോൾ ജനങ്ങൾ മനസ്സൊരുക്കം നടത്തി അവർ വളരെ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് TV ഡിബേറ്റോ മാധ്യമ ചർച്ചകളോ ഒന്നും കണ്ടിട്ടല്ല. അതൊന്നും ഒരു പുല്ല് വില പോലും കേരളത്തിലെ പൊതുസമൂഹം കൊടുത്തിട്ടില്ല. കാരണം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയാണ്. ചാനലുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉടമകൾക്ക് ഇത് ബിസിനസ്സാണ്. മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ജോലിയാണ്. അത് ഒരു സെക്കൻഡ്, അവിടെ നടക്കുന്ന ചർച്ചകളും പൊതുയോഗങ്ങളും കവലയിൽ നടത്തുന്ന ഇന്ററാക്ഷൻസും ഇതെല്ലാം കൂട്ടിയാണ്. അതായത് ടെലിവിഷൻ ഡിബേറ്റിൽ എന്ത് വന്നു എന്നുള്ളതല്ല നമ്മുടെ ചർച്ച. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ അസ്വസ്ഥമാകണ്ട. ഞാൻ പറഞ്ഞതിനർത്ഥം മനസ്സിലാക്കൂ. TV ഡിബേറ്റിൽ വന്ന് പങ്കെടുക്കുന്ന ഒരാളാണല്ലോ ഞാൻ. TV ഡിബേറ്റിനെ മോശമായി കാണുന്നില്ല. മോശമാകുന്ന തരത്തിലേക്ക് ചർച്ചകൾ വഴിമാറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. അത് നമ്മൾ പരസ്യമായിട്ട് അംഗീകരിക്കേണ്ട കാര്യമല്ലേ. ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമപ്രവർത്തകർ എന്നുള്ളത് 30 ദിവസം നിങ്ങൾക്ക് ജോലി ചെയ്യണം. നിങ്ങളുടെ ചാനലുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരുമാനം പരസ്യത്തിലൂടെയും മറ്റിതര കാഴ്ചക്കാരെ പരമാവധി സൃഷ്ടിച്ചെടുക്കാനുള്ള ടാം റേറ്റ് കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഭാഗമായി നിങ്ങൾ കാണിക്കുന്ന പ്രൊപ്പഗണ്ടയ്ക്ക് അനുസരിച്ചാണ് കേരളത്തിലെ ജനങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന് ധരിച്ചു പോകരുതെന്നാണ് എൻ്റെ പക്ഷം. അല്ല, നിങ്ങളുടെ MLA ആയിരുന്ന ആൾ ദുർനടത്തം നടത്തിയാൽ ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് സ്വാഭാവികമായി അത്തരം കാര്യങ്ങളുടെ MLA അങ്ങനെ ചെയ്താൽ വാർത്തയാവില്ലേ, ചർച്ചയാവില്ലേ? അത്രയേ ഉള്ളൂ. അല്ല, അത് നിങ്ങളെ വാർത്ത കൊടുത്തോണം. അത് ഞങ്ങൾ ഇത് കേൾക്കൂ. അഭിലാഷ് എന്തിനാ അസ്വസ്ഥനാകുന്നത്? ഐക്യ ജനാധിപത്യ മുന്നണിയുടെ MLA ദുർനടത്തം നടത്തി. അല്ല, ഞാൻ പറയട്ടെ. ഇല്ല, എനിക്ക് അസ്വസ്ഥതയില്ല. നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കുക. ദൈവത്തെ ഓർത്ത് വിളിച്ചിരുത്തിയിട്ട് അവമാനിക്കാതെ. നിലവിൽ ഞങ്ങളുടെ MLA ദുർനടത്തം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ MLA ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറയുന്ന ആളുകളൊന്ന് കേൾക്കട്ടെ എന്ന്. എന്നിട്ട് നിങ്ങൾ ചോദിക്കുക. ഞങ്ങളുടെ പാർട്ടിയുടെ MLA ദുർനടത്തം നടത്തിയിട്ടുണ്ടെങ്കിൽ സംഘടനാപരമായി ചെയ്യേണ്ട മുഴുവൻ നടപടികളും ആ MLAക്കെതിരെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ടത് ഗവൺമെൻറ്റാണ്, ഞങ്ങളല്ലെന്ന് ഭരിക്കുന്നത്. അത് അവർ ചെയ്യട്ടെ. അവർ ചെയ്യുന്നതിന് നിരുപാധിക പിന്തുണയാണ്. KPC പ്രസിഡന്റ് ഉൾപ്പെടെ കത്തായി വന്ന പരാതി പോലും DGPക്ക് കൊടുത്തത് എത്ര സുതാര്യമായിട്ടാണ്. അന്വേഷിക്കട്ടെ. നിങ്ങൾ തൂക്കിക്കൊല്ല്. ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ. നിങ്ങളങ്ങ് ആഘോഷിച്ചോ. അതിന് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ പറഞ്ഞത്, നിങ്ങൾ വിചാരിക്കേണ്ട, അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരോ അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവരോ വിചാരിക്കേണ്ട ഇതെല്ലാം കണ്ടിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കേണ്ട. ജനങ്ങൾ നമ്മളെക്കാൾ തിരിച്ചറിവുള്ളവരാണ്. അവർക്കറിയാം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്താണ്, ഈ കഴിഞ്ഞ 9.5 വർഷക്കാലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്, എന്തിനെതിരെ വോട്ട് ചെയ്യണം, വോട്ടിൻ്റെ പ്രാധാന്യം, ഒരായുധത്തേക്കാൾ ആയുധം, നമ്മളിപ്പം മാരകായുധങ്ങൾ എന്ന് പറയുന്ന അങ്ങനെയുള്ള ആയുധത്തിൻ്റെ മൂർച്ചയൊന്നും വേണ്ട. വളരെ പ്രൗഢിയുള്ളതാണ് വോട്ടെന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിൽ ഒരാളുടെ വോട്ടവകാശം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അത് ചിന്തിച്ച് ചെയ്യാൻ കഴിയുന്ന വലിയ വിദ്യാസമ്പന്നമായ ഒരു സമൂഹം ഇവിടെ ഉണ്ടെന്ന് അവർ ഉൾക്കൊണ്ടിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പണ്ടൊക്കെ തേങ്ങ നമ്മൾ വീട്ടിൽ ആ കടയിൽ പോയി സാധനം മേടിക്കുമ്പോൾ 1 തേങ്ങ 2 തേങ്ങ 3 തേങ്ങ എടുക്കുന്ന കാലം മാറിയിട്ട് ഇപ്പോൾ കിലോ കണക്കിന് തൂക്കുന്നതിനെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നുണ്ടെന്ന്. വെളിച്ചെണ്ണയ്ക്ക് 500 രൂപ ആയതിനെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നുണ്ടെന്ന്. നമ്മൾ കോട്ടും സൂട്ടും ഇട്ട് നിങ്ങളവിടെയും എന്നെപ്പോലുള്ള ആളുകൾ ഇവിടെയും വന്നിരുന്നാലൊന്നും അടുക്കളയിലെ പ്രശ്നങ്ങൾ മാറില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള വിലക്കയറ്റം ആളുകളെ സംബന്ധിച്ച് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അവരുടെ പോക്കറ്റിൽ നിന്ന് പണമില്ലാതെ 3 നേരം സുഭിക്ഷമായി കഴിച്ചവർ 2 നേരമായി ചുരുങ്ങുമ്പോൾ ദുരഭിമാനം കൊണ്ട് പുറത്തു പറയാത്തൊരു ജനത ഇവിടെ ജീവിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ അവരെ ജീവിത ഗ്രന്ഥിയായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊക്കെ ആളുകൾ ചർച്ച ചെയ്യും. അതൊക്കെ വിചാരിച്ച് തന്നെയാണ്. പിന്നെ നടക്കുന്ന അഴിമതികളൊക്കെ സഹികെട്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് എൻഫോഴ്സ്മെൻറ്റിന് നോട്ടീസ് വന്നാൽ അതൊക്കെ ജനങ്ങൾ ജാഗ്രതയോടുകൂടി കാണും. കേരളം ഒരുപാട് മറ്റ് സംസ്ഥാനങ്ങൾ പോലൊന്നും അല്ലാന്ന്.
ശരി. മറ്റ് സംസ്ഥാനങ്ങൾ പോലും അല്ല. ശരി, ജീവൻ അത് നമ്മൾ പ്രശ്നങ്ങളാണ് വികസന പ്രവർത്തനങ്ങൾ ഇപ്പൊ അടിസ്ഥാന കിഫ്ബിയെ കുറിച്ച് പറഞ്ഞു. ഇവിടുത്തെ ചർച്ചയാവുന്നത്. കേരളത്തിലെ ഓക്കേ, വികസന സ്വാഭാവികമാണ്. പ്രവർത്തനങ്ങൾ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജീവൽ പ്രശ്നങ്ങൾ തന്നെയാണ് ചർച്ചയാവേണ്ടത്. ഓക്കെ, അതാണല്ലോ താങ്കളുടെ പോയിന്റ്. ഞാൻ അടുത്ത റൗണ്ടിൽ വിശദമായി വരാം.